വിനീത് ശ്രീനിവാസനെ നായകനാക്കി എം മോഹനൻ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ഒരു ജാതി ജാതകം. സിനിമ കണ്ടു വന്നതേ ഉള്ളൂ. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ചിരിച്ച് തിയേറ്ററിൽ നിന്ന് മനസ്സ് നിറഞ്ഞു വന്ന് വരുന്നൊരു സിനിമ. ആദ്യം മുതൽ അവസാനം വരെ ത്രൂ ഔട്ട് കോമഡിയാണ്. കോമഡി എന്ന് പറയുമ്പോൾ നല്ല കോമഡി മീൻസ് സ്റ്റാൻഡേർഡ് കോമഡി ഉണ്ട്, അതിനകത്ത് ചളി വരുന്നുണ്ട്, ഡബിൾ മീനിങ് വരുന്നുണ്ട്. പക്ഷേ സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് സംവിധായകന് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് വടക്കൻ മലബാറാണ്. ഒരു തലശ്ശേരിയിലെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഏകദേശം 30-38 വയസ്സുള്ള ജയേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് വിനീത് ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അന്ന് വരെ അദ്ദേഹത്തിന് വിവാഹം നടന്നില്ല. അതുകൊണ്ട് തന്നെ കുറേയധികം പെണ്ണ് കാണലും അല്ലെങ്കിൽ കുറേയധികം മാട്രിമോണി ആപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ യാത്രയുമാണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ പറയുന്നത്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമയിലെ പെർഫോമൻസുകളാണ്. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനെ പറ്റി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എടുത്തു കൊടുത്തേക്കുന്നത്. അതായത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം പുള്ളിയുടെ കിടിലം പെർഫോമൻസ് എന്ന് തന്നെ പറയാം. കുറേ സീനുകളുണ്ട്, ഭയങ്കരമായിട്ട് ഹൈ മൊമെന്റ് തരുന്ന, ഭയങ്കര കോമഡി ജനറേറ്റ് ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. പക്ഷെ അത് ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു. ഒരു തവണ എന്തായാലും നല്ലതുപോലെ, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന കുറെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ, ആ ഒരു ജോണർ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ കാണുമ്പോൾ ഒരു ബോർ അടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലോജിക്കോ ഭയങ്കര സ്റ്റോറിയോ ഒന്നും നോക്കാതെ ജസ്റ്റ് ഫാമിലി ആയിട്ടോ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ പോയി തിയേറ്ററിൽ പോയിരുന്ന ഒരു 2 മണിക്കൂർ ഇരുന്ന് നല്ലതുപോലെ ചിരിച്ച് ആസ്വദിച്ച് കണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു ജാതി ജാതകം. പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള്, അമ്മയായിട്ട് വരുന്നവര് രണ്ടുപേരും കിടിലുമാണ്. പിന്നെ പെങ്ങളായിട്ട് വരുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന ആളുണ്ട്, അതുപോലെ തന്നെ സുഹൃത്തായിട്ട് വരുന്നവർ എല്ലാവരും, അതായത് എന്താ പറയണ്ടേ, നമ്മൾ സിനിമയിൽ സ്ഥിരമായിട്ട് കണ്ടേക്കുന്ന ആക്ടേഴ്സ് അല്ലാതെ എല്ലാവരും പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാരൊക്കെ, അടുപ്പെന്ന് പറയുന്ന വെബ് സീരീസ് ഒക്കെ കണ്ടുവെക്കുന്നവർക്ക് അറിയാം. അതിനകത്തെ ചില ആളുകൾ, അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന നടനെ, അതുപോലെ തന്നെ അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ഒരു നടിയെ, അവർക്കൊക്കെ ഇതിനകത്ത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിൽ വന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറെ ആളുകൾ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കോമഡി ത്രൂ ഔട്ട് കൊണ്ടുപോകാനായിട്ട് വിനീത് ശ്രീനിവാസൻ ഒറ്റയ്ക്കല്ല, അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും, അതായത് കുറെ ഒരു സീനുണ്ട്, ഒരു മരണം സംഭവിക്കുന്ന ഒരു സമയത്ത് പോലും അവിടെ പോലും കോമഡി ജനറേറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ ഫ്ലാറ്റിലേക്ക് അച്ഛനും അമ്മയും എത്തിക്കഴിയുമ്പം ഒരു പർട്ടിക്കുലർ സീനിൽ ഭയങ്കരമായിട്ട്, അതായത് തിയേറ്ററിൽ മൊത്തം നല്ലതുപോലെ ചിരി ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു. അത് ശരിക്കും സീൻ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് തിയേറ്ററിൽ പോയി കണ്ടു തന്നെ മനസ്സിലാക്കുക. പെർഫോമൻസുകൾ കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രാകേഷ് മാന്തോടിയാണ്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന വിശ്വജിത്ത് ആണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. അതിന്റെ ഒരു ക്വാളിറ്റി സിനിമയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് ഗുണ സുബ്രഹ്മണ്യമാണ്. BGM ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നി. പക്ഷേ പാട്ടുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്, അതായത് മലയാള സിനിമയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് സോങ്സ് അല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. വലിയൊരു എന്താ പറയണ്ടേ, വലിയൊരു കാസ്റ്റിംഗ് നിര തന്നെയുണ്ട് സിനിമയിൽ. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ കുറേ നടന്മാരുണ്ട്. വിനീത് ശ്രീനിവാസനെ കൂടാതെ ബാബു ആന്റണി, നിഖില വിമല്, ഇഷ തൽവാർ, മൃദുൽ നായർ, അതുപോലെ തന്നെ പാട്ടുകാരായ സയനോര, വിധു പ്രതാപ്, അവരൊക്കെ ഒരു ചെറിയ റോളുകൾ. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ, കുറെ എനിക്ക് തോന്നുന്നത് നല്ലൊരു കാസ്റ്റിംഗ് നിര തന്നെയുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്ത കുറെ നടന്മാരും നടിമാരും ഉള്ളത് കൊണ്ട് അവരുടെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വിനീത് ശ്രീനിവാസന്റെ വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ അടിപൊളിയായിട്ട് തന്നെ വിനീത് ശ്രീനിവാസൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചിരിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള ഒരു സിനിമയുണ്ട്. അറ്റ്ലീസ്റ്റ് നന്നായിട്ട്, അതായത് നമ്മുടെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. പിന്നെ സിനിമ പറയുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട്.
പക്ഷെ ആ ടോപ്പിക്കുകളെ പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുന്ന ആസ്വാദനത്തെ ബാധിക്കും എന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.